PM ശ്രീ ഓഹോ ആയിരുന്നതിപ്പം ആഹാ ആയി. കടക്ക് പുറത്തും പുറത്താക്കി വാതിലടച്ചേ തമ്മിൽ എന്തൊരു വ്യത്യാസം. കേരളത്തിനിപ്പോ നല്ല മാറ്റമുണ്ട്. എത്ര പെട്ടെന്നായി ഈ പെൻഷൻ മുടങ്ങുന്നതൊക്കെ ഒരു നോർമൽ സംഭവമായത്. പാലിന് വില കൂടിയ പ്രശ്നമല്ല, കറണ്ടിന് വില കൂടിയ പ്രശ്നമല്ല, പെട്രോളിന് വില കൂടിയ പ്രശ്നമല്ല. സർക്കാർ ആശുപത്രിയിലെ ചികിത്സ മുടങ്ങിയ ആരോഗ്യമന്ത്രി രാജിവെക്കണ്ട, മൃഗങ്ങൾ മനുഷ്യരെ അറ്റാക്ക് ചെയ്ത വനമന്ത്രി രാജിവെക്കണ്ട, പിണറായി വെള്ളാപ്പള്ളിനെ കാറ് കയറ്റി എന്ന് പറഞ്ഞിട്ട് പ്രശ്നം നടത്തിയവർക്കൊക്കെ ഇപ്പം ചെന്നിത്തല കണ്ടാലോ, ബിന്ദുകൃഷ്ണ കണ്ടാലോ, അതോ ഈ വെള്ളാപ്പള്ളിന്റെ മകനെ നമ്മുടെ പൂക്കിയ മുഖ്യമന്ത്രി കണ്ടാലോ ഒന്നും പ്രശ്നമല്ല. നമ്മുടെ പൂക്കിയ മുഖ്യമന്ത്രി വന്നതിന് ശേഷം കേരളത്തിൽ നല്ല മാറ്റമുണ്ട്. എത്ര പെട്ടെന്നായി ഈ പെൻഷൻ മുടങ്ങുന്നതൊക്കെ ഒരു നോർമൽ സംഭവമായത്. പാലിന് വില കൂടിയ പ്രശ്നമല്ല, കറണ്ടിന് വില കൂടിയ പ്രശ്നമല്ല, പെട്രോളിന് വില കൂടിയ പ്രശ്നമല്ല. സർക്കാർ ആശുപത്രിയിലെ ചികിത്സ മുടങ്ങിയ ആരോഗ്യമന്ത്രി രാജിവെക്കണ്ട, മൃഗങ്ങൾ മനുഷ്യരെ അറ്റാക്ക് ചെയ്ത വനമന്ത്രി രാജിവെക്കണ്ട, പിണറായി വെള്ളാപ്പള്ളിനെ കാറ് കയറ്റി എന്ന് പറഞ്ഞിട്ട് പ്രശ്നം നടത്തിയവർക്കൊക്കെ ഇപ്പം ചെന്നിത്തല കണ്ടാലോ, ബിന്ദുകൃഷ്ണ കണ്ടാലോ, അതോ ഈ വെള്ളാപ്പള്ളിന്റെ മകനെ നമ്മുടെ പൂക്കിയ മുഖ്യമന്ത്രി കണ്ടാലോ ഒന്നും പ്രശ്നമല്ല. പിണറായി മോദിജിനെ കാണാൻ പോയ ഡീലായിരുന്നു. പക്ഷെ മുഖ്യമന്ത്രി മോദിജിനെ കാണാൻ പോയാല് സാധാരണ CM ആവുമ്പോ PM കാണും. അതെങ്ങനെ ഡീലെന്ന് പറയാം അല്ലേ? കേരളയിൽ ക്യാൻസൽ ചെയ്ത് കുറച്ചും കൂടെ ബജറ്റ് കൂടിയ ഒരു അതിവേഗ റെയിൽവേ. മുഖ്യമന്ത്രിയുടെ വസതി മോടി പിടിപ്പിക്കൽ മാറി കോടികളുടെ മോടി പിടിപ്പിക്കലാണെങ്കിലും അറ്റകുറ്റപ്പണി. നമ്മുടെ PM ശ്രീ ഓഹോ ആയിരുന്നതിപ്പം ആഹാ ആയി. കടക്ക് പുറത്തും പുറത്താക്കി വാതിലടച്ചേ തമ്മിൽ എന്തൊരു വ്യത്യാസം. കേരളത്തിനിപ്പോ നല്ല മാറ്റമുണ്ട്.